ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതിൽ എനിക്ക് 2-3 റീൽസ് ഇഷ്ടപ്പെട്ട് അതൊന്ന് കാണിച്ച് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ച് ഷെയർ ചെയ്ത് തരാമെന്ന് ഓർത്ത് ഞാനിവിടെ വന്നതാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യത്തെ റീൽസ് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ റീൽസ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ് ഗൈസ്. കണ്ടു നോക്കട്ടെ. നമ്മുടെ പല വിജയങ്ങൾക്കും തടസ്സമായ ഒരു കാര്യം ഞാൻ പറയട്ടെ, മടി, ലേസിനെസ്. ഈ പ്രശ്നമുണ്ട് അല്ലേ? നമുക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ ഒരു മടി. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? എല്ലാവരുടെയും മടിയാണ് നമ്മുടെ പല കാര്യങ്ങൾക്കും നമുക്ക് തടസ്സമാണത്. മടി അതൊന്ന് മാറ്റിവെക്കാൻ നോക്കാൻ വേണ്ടിയാണ് പുള്ളി പറയണത് കേട്ടോ. ബാക്കി കൂടി കേട്ടു നോക്കുക. ഞാൻ 2 രീതിയിൽ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് ആ തുടക്കത്തിലൊരു ആവേശം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ പതുക്കെ അതിന് താഴ്ന്നു പോകും. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു എന്ത് കാര്യവും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ അത് സന്തോഷത്തോടുകൂടി ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എന്ത് കാര്യവും നമുക്ക് കാലത്തെ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വയ്ക്കുക, കൃത്യമായി കുറിച്ച് വയ്ക്കുക. എന്നിട്ട് ഓരോന്നിലേക്ക് നോക്കി അതിലേതാണ് പ്രയോറിറ്റൈസ് ചെയ്യുക, എല്ലാം കുറിച്ച് വെക്കുക എന്നാണ് പുള്ളി പറയണത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പുള്ളി പറയണത് പോലെ ചിലപ്പോ നല്ല മടിയൊക്കെ മാറി നല്ലൊരു ഫീൽ എല്ലാവർക്കും കിട്ടുമെന്ന് തോന്നുന്നു. ട്രൈ ചെയ്യുക. ബാക്കി കൂടി ട്രൈ ചെയ്യാനുണ്ട്. എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നോക്കി ഓരോ കാര്യം ചെയ്യുമ്പോൾ ടിക്ക് ചെയ്ത് വൈകിട്ടാകുമ്പോൾ 10 കാര്യം തീർക്കുന്ന കാര്യം ഒന്ന് അലച്ചു നോക്കിയേ. അവിടെയാണ് ഈ പ്രൊഡക്ടിവിറ്റി അല്ലെ, സന്തോഷം തോന്നുന്നത്. അപ്പൊ മടീനെ മാറ്റാൻ ഏറ്റവും നല്ല മാർഗം, നമ്മൾ എന്താണോ എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കുറിച്ചു വെച്ച് അതിലേക്ക് മാത്രം നോക്കുക, അതിലേക്ക് മാത്രം നോക്കി അത് പൂർത്തിയാക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. മടി തന്നെയാണ് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം. മടിയൊന്ന് മാറ്റിയെടുക്കുക നല്ലൊരു കാര്യമായിരിക്കും. മടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മാക്സിമം പറ്റാവുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എല്ലാവരും മടിയൊന്ന് മാറ്റി വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ റീൽസ് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ലൊരു മോട്ടിവേഷൻ തന്നെ കേട്ടോ പുള്ളി നൽകിയത്, എല്ലാവർക്കും നൽകിയത്. നിങ്ങൾ ബാക്കി അടുത്ത റീൽസ് ഞാൻ കാണിച്ചുതരാം. അടുത്ത റീൽസ് കുറച്ചുകൂടി കോമഡി ആയിട്ടുണ്ട് ഗൈസ്. പിള്ളേരുടെയൊക്കെ കലാപരമായ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് കേട്ടോ. പിള്ളേരുടെയൊക്കെ കലാപരമായ കഴിവാണ് ഇത്. കണ്ടോ കേട്ടോ രണ്ടാമത്തെ റീൽസ്. രാത്രിയായപ്പോൾ ചായ കുടിക്കാനെന്ന് പറഞ്ഞ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെത്തിയ ചങ്ക്. ഓ, അതല്ലാത്തൊരു റീൽസ് തന്നെയാണ്, ഒന്നും പറയാനില്ല. സത്യമാണ് കേട്ടാ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ആ സൗത്ത് പാലത്തിന്റെ നാത്തും കുറെ ഉണ്ടാവും ഇതേപോലത്തെ കുറെ ടീമുകൾ. പിന്നെ അതേപോലെ ഇവിടെ ഉണ്ടാവും KSRTC സ്റ്റാൻഡിന്റെ ഭാഗത്ത്. അവിടെ ഒരു 8 മണി 9 മണി കഴിഞ്ഞാലും അവിടെ ആൾക്കാരെത്തും. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ അത് കാണാൻ പറ്റും. ഞാൻ മിക്കപ്പോഴും എല്ലാ ദിവസവും ഞാൻ ഒരു പോണൊരു വ്യക്തിയാണ്. എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. കുറെ ടീമുണ്ട് അതേപോലെ കേട്ടോ. അടുത്ത റീൽസ് കാണിച്ചുതരാം ഗൈസ്. അടുത്തത് ഇതേപോലത്തെ ഒരു കുണ്ടം വർത്താനം തന്നെ കേട്ടോ നോക്കണം. ആരോഗ്യവും എൻ്റെ എല്ലാം 6 പാക്കും ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പഠിച്ചു വരുന്നവരോട് ഞാൻ പറയും എനിക്ക് തുറ നന്നായി വരാന്ന് പറയും. എന്തേ ഇയാൾക്കുണ്ടായിരുന്നു കേട്ടാ. ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇയാളെ. ദൈവമേ, ഇയാളൊക്കെ സീന. ദൈവമേ, പൈസ എന്റെ പൊന്നു ടീമേ, ഇവരൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ. ഇത്ര കൊടുത്താൽ പുള്ളി പോവും. ആര് വേണേലും വിളിച്ചാലും വരുമെന്നല്ലോ കേട്ടോ. പൈസ കൊടുത്താൽ മതി പുള്ളിക്ക്. ആര് വേണേലും വിളിച്ചിട്ട് വയ്ക്കും പുള്ളിനെ. 3 റീൽസും കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇതിനു മുമ്പ്. എന്നാലും കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റീൽസ് ഏതാണെന്ന് നിങ്ങളും ബാക്കി പറയുക ഗൈസ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.